ഹായ്, അപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞങ്ങൾ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകണമെന്ന്. അപ്പോൾ കപ്പയും മീൻ കറിയും. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പയും മീൻ കറിയും. അപ്പം മീൻ കറിക്കുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. ചട്ടി വെച്ചു ചേച്ചി, സ്റ്റാർട്ട്. ഓക്കെ, മൺചട്ടി വെച്ചിട്ടുണ്ട് ഞങ്ങൾ. അയില കുട്ടി ചേച്ചി കാണിക്കാട്ടോ. മൺചട്ടി വെച്ചു. ഇന്ന് രശ്മി ചേച്ചിയുടെ സ്പെഷ്യലാണ് മീൻ കൂട്ടാൻ. കണ്ടോ എല്ലാം ചേച്ചിയാ കുട്ടികളുടെ വലിപ്പം കൊണ്ട് അയലക്കുട്ടി കടൽക്കര കണ്ട കടൽക്കര ചേട്ടോ മിസ്രായല ലമ്മിക്കായലല്ലേ കാണും. ഓക്കെ, അപ്പൊ ഇത് വെച്ച് നമുക്ക് കറി ഉണ്ടാക്കാം. ഓക്കെ, കപ്പ പുഴുങ്ങിണ്ട്. ഈ മീനിന്റെ വിലയും കൂടി പറയട്ടെ. 80 രൂപ. 280 മേടിച്ചില്ല, 200 മേടിച്ചില്ല. നീ വെറും 80 പറഞ്ഞു. 280 പറഞ്ഞു വെച്ചു. വെള്ളം കളഞ്ഞു. അപ്പൊ ലാസ്റ്റിയുടെ സാധനങ്ങൾ എന്തൊക്കെ ചേച്ചി? മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, മല്ലിപ്പൊടി. മല്ലിപ്പൊടി ഇട്ടില്ല കേട്ടോ. കൊടംപുളി മല്ലിപ്പൊടി അല്ല, പ്രത്യേകം പറയണത്. ആ ഉള്ളി ഇതൊക്കെ സവാളയോ എന്തൊക്കെയാ? ആ മെല്ലെ മെല്ലെ എടുത്തിട്ട് എന്താ കഥ, ഒരു പൊറുപ്പില്ല. ചട്ടി ചൂടായി വലിക്ക്. നമുക്ക് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാവട്ടെ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്കിനി 1/4 ടീസ്പൂൺ കടുക്, പൊട്ടട്ടെ. അതുവരെ നിൽക്കാം. കടുക് പൊട്ടാറായി, പൊട്ടി തുടങ്ങി. അടുത്ത് നമ്മൾ എന്താ വെച്ചിരുന്ന 1/4 ടീസ്പൂൺ ഉലുവ. അതും ഒന്ന് നന്നായി ഇതായി വരട്ടെ. അപ്പോൾ നമുക്ക് നേരിയാക്കി വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി കൊടുക്കാം. ക്വിക്ക് ഫിഷ് കറി. മീൻ കറി അങ്ങനത്തെ ഐറ്റം മാക്സിമം നിങ്ങൾ ചെറിയ ഉള്ളി യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അത് ദേഹത്തിന് നല്ലത്. കൂട്ടാനും ടേസ്റ്റി ആയിട്ട് കിട്ടും. അപ്പോൾ ഒന്ന് ഇതാക്കാം. അയ്യോ, ഒന്ന് ഇടാൻ പറഞ്ഞില്ലേ? അടുത്ത് കരുവേപ്പില. ഞങ്ങളുടെ വളപ്പിലുണ്ടായ കരുവേപ്പില, ഫ്രഷ് കരുവേപ്പില ഇട്ടോളൂ. പൊട്ടിച്ചിട്ടു. അപ്പോൾ நல்லா போடுங்க ചേച്ചിയെ. അയ്യോ, ഈ തള്ളമ്മ ലാസ്റ്റ് വറുത്ത് കൂട്ടുന്ന പോലെ ഇത് സ്മെല്ല് വരണോ? ഇതും പറ്റാതെ കുറച്ച് പോടുക. അടുത്ത് മഞ്ഞൾപ്പൊടി. പൂവട്ട ഞാൻ വീട്ടിൽ ഞങ്ങൾ ഉണ്ടാക്കിയ മഞ്ഞൾ പൊടിച്ചതാണ്. ഇനി കുറച്ച് മുളക് പൊടി ഇടുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാം? സിമ്മിലിടുക. എന്നിട്ട് അര സ്പൂൺ വന്നു അതിലിട്ട് പെട്ടെന്ന് നല്ല മണത്തിന് മുളകാപ്പൊടിയിട. ഉടനടി നമ്മൾ ഈ എടുത്ത് വെച്ച കൊടംപുളിയും വെള്ളം കൂടി അങ്ങോട്ട് ഒഴിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? തിളപ്പിക്കുക. ഉപ്പ് ഇടണം കേട്ടോ. എന്നിട്ട് എന്താ ചെയ്യുക വെച്ച് പറിച്ചു വെക്കുക. പിന്നെ അടച്ചു വെക്കണ്ടേ? കുടംപുളി വേണോ വരെ? കുടംപുളിക്ക് വേവുണ്ടോ? പിന്നെ വേവുണ്ട്. പല്ലി കഴിച്ചു. ഉപ്പിടും. ഇപ്പൊ നമ്മള് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. കുറച്ചും കൂടി വെള്ളം വേണ്ടേ? കുറച്ച് വെള്ളം ആവട്ടെ. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളച്ച ഉടനെ നമ്മുടെ മീൻ അയിലക്കുട്ടീനെ ഇട്ട് കൊടുക്കാം. വീരാൻകുട്ടി എന്നൊക്കെ പറഞ്ഞ പോലെ. അപ്പോ നമ്മുടെ മീൻകൂട്ടൻ ആയില്ലടി, ആവി കാരണം നമ്മുടെ ക്യാമറയിലേക്ക് ഇരിക്കുന്നില്ല. മൂക്കൊക്കെ അടിക്കിട്ട് എരിവ് അടിപൊളി. ചമ്മന്തി അരച്ചതിന്റെ ചീനിമുളക് ചമ്മന്തി മൂക്കിൽ വീങ്ങിക്കാൻ. അടുത്ത് നമ്മുടെ എന്താണ് അരച്ചന്? അയിലക്കുട്ടി അവിടെ കടന്ന് തിളക്കിന് നോക്കിക്കോളൂ. അവിടെ കുറെ ദിവസമായി കടലിൽ കടന്നൊരു വേറട്ടെ കടന്നു. കുറച്ച് തിളക്കിട്ടാ കപ്പ കൂട്ടി പൂശി ഞങ്ങൾ. വളരെ എളുപ്പമല്ലേ മീൻ കറി?
അല്ല ചേച്ചി ഇതില് വെളിച്ചെണ്ണയാണോ ഒഴിക്കുന്നത്? വെളിച്ചെണ്ണ നോക്കണം. വെളിച്ചെണ്ണ മോര് ഒഴിക്കണ്ടോ? അപ്പൊ നമ്മുടെ മീനിട്ട് തിളക്കണ കണ്ടില്ലേ? അപ്പോ നേരാക്കിയപ്പോഴും ആവട്ടെ. കൊല്ലി അവിടെ ഞങ്ങള് പുളിങ്ങി വെച്ചിട്ട് പുളിങ്ങിയല്ല പുഴുങ്ങി വെച്ചിട്ട് അവിടെ ചീനമുളക് ചമ്മന്തി റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് രശ്മി ചേച്ചി. ഇത് കൂട്ടിയൊരു പിടുത്തം പിടിക്കാ. അപ്പൊ ഇത് ഒന്ന് നന്നായിട്ട് ആ വെള്ളമൊക്കെ വറ്റി വരട്ടെ. അപ്പോ കഴിക്കുമ്പോ കാണാം. ആയൊന്ന് നോക്കി നോക്കൊന്ന്. ഉപ്പ് ലൈറ്റായിട്ട് കമ്മിട്ടുണ്ട്. മുളക് പൊടി ഓക്കെ. പുളി ശരിക്കായിട്ട്. അപ്പൊ അതൊന്ന് ആവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അടിപൊളി മീൻ കറി റെഡി. ഇനി നമുക്ക് കഴിക്കാൻ പോവാം. അതെ വാ 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 വാ. എവിടേക്കാ വരുന്നത്? വരെ വാ. നീ അടുത്ത് മീൻ കൂട്ടെടുത്തിട്ട് വരാം. ആ രശ്മി ചേച്ചി അവിടെ ഊത്തുങ്ക. അപ്പോ നിത്ത നിത്ത நித்த நித்த நெல்லச்சோறு நெய் மணக்கும் கத்திரிக்காய் நேத்து மச்ச மீன் குழம்பு எண்ணெய் இழுக்குதையா. പൊളിച്ചു. സിറ്റുവേഷൻ സാങ്. അതെ. സ്വിമ്മിങ് പൂള കപ്പയും അയിലക്കുട്ടിയും കടക്കട കണ്ടില്ലേ മക്കളെ. കുറച്ചെടുക്ക. അതെ ഞാൻ ആദ്യം കഴിക്കട്ടെ കേട്ടോ, എന്നിട്ട് നിങ്ങൾ കഴിച്ചാൽ ഇല്ല മുക്കി ഇത് ആദ്യം കഴിക്കും. ഞാൻ കഴിച്ചു ആദ്യം. അങ്ങനെയല്ല കഴിക്കല്. ആഹാ ഹാ 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 ഹാ. അരുമ 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 അരുമ. അതാരാ ഇതിന് മീനിന്റെ ഒരു കഷ്ണം അങ്ങനെ എടുക്കുക. ആ ദേവാമത താനേ വന്നു ദേവാമത ദേവാംശം. അപ്പോൾ അടിപൊളിയായിട്ടുള്ള കപ്പയും മീൻകറിയും ചീനിമൽ ചമ്മന്തി റെഡിയായി. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കി കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണേ. അടുത്തുള്ള ബെൽ ഐക്കൺ തട്ടണേ. ബൈ.